വാർത്തയിലേക്ക്. ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ബിജെപി നേതാവ് പി.സി. ജോർജ്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് പി.സി. ജോർജ് പറഞ്ഞു. യൂത്ത് ലീഗ്, SDPI അടക്കമുള്ള സംഘടനകൾ പി.സി. ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ക്ഷമാപണം. വർഗീയ പരാമർശത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിലാണ് പി.സി. ജോർജിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും കേസെടുക്കും എന്ന് മുൻകൂട്ടി കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പരാമർശം പിൻവലിച്ചിരിക്കുന്നത്. ദിവ്യ, പി.സി. ജോർജിന്റെ പരാമർശം വിവാദമാവുകയും വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതിന് പിന്നാലെയാണ് പി.സി. ജോർജ് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. യൂത്ത് ലീഗും SDPI അടക്കമുള്ള സംഘടനകൾ പി.സി. ജോർജിനെതിരെ പരാതി നൽകിയിരുന്നു. 2 ദിവസമായും പോലീസ് ഈ കേസിൽ നടപടി വൈകിപ്പിക്കുന്നതിനിടെയാണ് ഇതിൽ നിന്നും തടിതപ്പാൻ എന്നോണം പി.സി. ജോർജ് മാപ്പപേക്ഷ പറഞ്ഞ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ്. ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ താൻ നിരുപാധികം മാപ്പ് പറയുന്നു. വേദനിക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ജനറൽ ടിവിയിൽ നടന്ന ചാനൽ ചർച്ചയിലെ ആ പരാമർശം പലരും തെറ്റായി വ്യാഖ്യാനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി.സി. ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 6 നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു പി.സി. ജോർജ് വർഗീയ വിഷം തുപ്പിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നുവെന്നും മുഴുവൻ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. കൂടാതെ കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പി.സി. ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന്റെ വീഡിയോ സഹിതമായിരുന്നു യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട പോലീസിൽ പരാതി നൽകിയത്. കൂടാതെ പെരുമ്പാവൂരിൽ SDPIയും പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകി 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ജോസി, എന്താണ് കേസെടുക്കാൻ വൈകുന്നതിന് പിന്നിലെന്നറിയാമോ? ദിവ്യ, ഇത് സംബന്ധിച്ച് പോലീസ് കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നില്ല. നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അടക്കം ആശയവിനിമയം നടത്തിയിരുന്നു. എന്നാൽ ഈ പരാതി പരിശോധിക്കുന്ന ഞാൻ ജോസിയിലേക്ക് വരാം. ഇപ്പോൾ CK ഷാക്കിർ, സെക്രട്ടറി, യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം. CK ഷാക്കിർ, ഈ മാപ്പിൽ മാത്രം തീരുമോ? അല്ല, അദ്ദേഹം മാപ്പ് പറഞ്ഞപ്പോൾ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ തന്നെ തെറ്റാണ്. ഞാനാണ് അദ്ദേഹവുമായി ആ ചർച്ചയിൽ അന്ന് പാനലുണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹം എന്നോടാണ് ഈ കാര്യങ്ങൾ ഒരു പ്രകോപനവും കൂടാതെ പരാമർശിച്ച് ഇത്ര വളരെ മോശമായ രീതിയിൽ ഒരു സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, അത് ഈ ഒരു ഇങ്ങനെ നിരന്തരമായി ഒരുപാട് പരാതികൾ വന്നല്ലോ. ഈരാറ്റുപേട്ടിലെ മുസ്ലിം യൂത്ത് ലീഗ് പരാതി കൊടുത്തു, മറ്റ് സംഘടനകൾ കൊടുത്തു. ഇതുവരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. സമാനമായ സംഭവങ്ങളിലൊക്കെ ആളുകളെ കേസെടുത്ത് ജയിലിലടക്കുന്നവർ കേസ് എടുക്കാൻ FIR ഇടാൻ പോലും ഇവർ സന്നദ്ധമായിട്ടില്ല. ഇതുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ലല്ലോ. ഇത് മറ്റു പലരും ഇത് ഏറ്റെടുത്തിട്ട് വളരെ മോശമായി ഇത് പ്രചരിപ്പിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം. അത് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാവണം. ആ രീതിയിലുള്ള ഒരു നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷാക്കിർ, 2 ദിവസമായി ഈ പരാമർശം നടത്തിയിട്ട് നിങ്ങൾ പരാതി നൽകിയിട്ട് ഇതുവരെ പക്ഷെ പോലീസ് കേസെടുത്തിട്ടില്ല. എന്താണ് ഈ പോലീസിന്റെ ഉരുണ്ടുകളിക്ക് പിന്നിൽ? പോലീസിന്റെ ഉരുണ്ടുകളിക്ക് പിന്നിൽ സംശയമില്ലല്ലോ. RSSന് വക്കാലത്ത് പിടിക്കുന്ന കേരളത്തിലെ പോലീസിന്റെ ഇതൊരു പുതിയ സംഭവമല്ലല്ലോ. കാലങ്ങളായി പിണറായി വിജയൻ RSSന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാനമായ സംഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മറ്റു പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടല്ലോ. പലരെയും MLA-മാരെ പോലും വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന നിസ്സാര സംഭവങ്ങൾക്ക് പേരിൽ. പക്ഷെ ഇത് സമൂഹത്തിൽ വളരെ വലിയ കുഴപ്പമുണ്ടാക്കുന്ന, പ്രകോപനപരമായി ആളുകൾക്കിടയിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലൊക്കെ പരാമർശം നടത്തിയിട്ട് വളരെ പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് പല തരത്തിലുള്ള വകുപ്പ് അനുസരിച്ച് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്ന് മനസ്സിലാവണില്ല. എന്തായാലും ആ കാര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് കേസെടുക്കും അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നടപടി എടുക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കും.